മനുഷ്യരാശിയെ ഇന്നും ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ് ക്യാൻസർ. എന്നാൽ രോഗത്തെ ഭയന്നു പിൻവാങ്ങുന്നതിനു പകരം അതിജീവനം എന്ന മനോഭാവത്തോടെ ജീവിതത്തെ തിരിച്ചുപിടിക്കുന്ന പ്രവണത ഇന്ന് ഏറിവരികയാണ്. ജൂൺ മാസത്തിൽ ആചരിക്കുന്ന ദേശീയ കാൻസർ അതിജീവന ദിനം ഈ പോരാട്ടത്തിന്റെ വിജയഗാഥകളെ ഓർമ്മിപ്പിക്കുന്നു. ക്യാൻസർ സ്ഥിരീകരിക്കുന്ന നിമിഷം മുതൽ രോഗിയെ ഒരു അതിജീവനക്കാരനായി കാണുന്ന രീതിയിലേക്ക് വൈദ്യശാസ്ത്രം മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ലാപ്രോസ്കോപ്പിക് ക്യാൻസർ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ബൈജു സേനാധിപൻ പറയുന്നത് പ്രകാരം ഉദരസംബന്ധമായ ക്യാൻസറുകളുടെ ചികിത്സയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. മുൻപ് വലിയ മുറിവുകളിലൂടെ നടത്തിയിരുന്ന സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് പകരം ഇന്ന് താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി വളരെ സങ്കീർണമായ ക്യാൻസറുകൾ പോലും സുരക്ഷിതമായി നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ഇതുവരെ 12,000-ഓളം ക്യാൻസർ ശസ്ത്രക്രിയകൾ ഇത്തരത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരിൽ 70% പേരും ദീർഘകാല അതിജീവനം നേടിയവരാണ് എന്നത് ശ്രദ്ധേയമാണ്. രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നതാണ് അതിജീവനത്തിന്റെ അടിസ്ഥാനം. ശരീരത്തിലെ അസ്വാഭാവികമായ മാറ്റങ്ങളെ നിസ്സാരമായി കാണരുത്. വിട്ടുമാറാത്ത ചുമ, ശബ്ദത്തിലെ വ്യതിയാനങ്ങൾ, ശരീരത്തിലെ മുഴകൾ, വിശദീകരിക്കാനാവാത്ത ഭാരക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. മാമോഗ്രാം, പാബ് സ്മിയർ, കൊളോണോസ്കോപ്പി തുടങ്ങിയ പരിശോധനകൾ കൃത്യമായി ചെയ്യുന്നത് രോഗത്തെ നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. നാരുകളടങ്ങിയ ഭക്ഷണവും വ്യായാമവും ഉൾപ്പെടുത്തി ചിട്ടയായ ജീവിതം നയിക്കുക എന്നതാണ് പ്രതിരോധത്തിനുള്ള വഴി.